കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ കൂലിപ്പണി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം പാറ പൊട്ടിക്കാമോ, സിമെന്റ് പണിക്ക്, തടിപ്പണിക്ക്, വാർക്കപ്പണിക്ക്, എങ്ങനെയാണ് എല്ലാ പണിയും ചെയ്യുന്നത്? ചെറുപ്പം തൊട്ട് സാധാരണ പണിക്കൊക്കെ പോകുന്ന ഒരു പ്രായം അത്ര തീർച്ചയായിട്ടും എന്നാലും ഒരു 10-15 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ പണിക്ക് പോയി തുടങ്ങി അപ്പൻ്റെ കൂടെ. ഹിന്ദിയിലൊക്കെ വലിയ എല്ലാരും ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാലും ഈ കൂലിപ്പണിയൊക്കെ ചെയ്യുമോ? എല്ലാം കഴിഞ്ഞു പോയാലും പിന്നെ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കഞ്ഞി പിടിച്ച് പോകണമെങ്കിൽ ഇതൊക്കെ തന്നെ വേണമല്ലോ. അന്നേരം അപ്പനാണ് അതിൻ്റെയൊക്കെ ഒരു പാത തുറന്നു വന്നത്. അപ്പൊ പുള്ളി ഭയങ്കര മോട്ടിവേഷൻ. പുള്ളിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുടി വളർത്തുന്നത്, കാതൊക്കെ കുത്തി നടക്കുന്നത്, ഇച്ചിരി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫാദറാണ് പുള്ളി. ഒരു വൈബ് അച്ഛനാണ് പുള്ളി. വൈബ് തന്നെയാ. എനിക്ക് തോന്നുന്നു നെഗറ്റീവ് റോളിലാണോ കുറച്ചുകൂടി വിളിക്കുന്നത്? നെഗറ്റീവ് റോളുകളാണ് കിട്ടുന്നത്. കാണുമ്പോ ഒരു ക്രൂരനായിട്ട് ടിവിയിലെ മുഖമൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴേ അപ്പനൊക്കെ, അപ്പനും അമ്മയ്ക്കും വൈഫ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എപ്പോഴും സുഹൃത്തുക്കളുടെ സ്ഥാനത്ത് എടുത്തെന്ന് പറഞ്ഞാലും അപ്പനായിട്ട് അങ്ങനെയും സുഹൃത്തുക്കളുടെ സ്ഥാനം എടുത്താലും ആദ്യം ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അപ്പൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും. ജനനായകന്റെ ഒക്കെ എന്തായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്? നമ്മളൊരു ജൂനിയർ ആർട്ടിസ്റ്റ് നമ്മൾ ഇങ്ങനെ തടവുകാരായിട്ട് പോയതാ. വിജയെ കണ്ടോ? ദുശീലങ്ങൾ പറഞ്ഞ പോലെ നിനക്ക് 2 അടിക്കാൻ തോന്നുന്നുണ്ടോ? 2 പേരും മരിച്ചുണ്ടോ? നമുക്ക് വീട്ടിൽ ഇരുന്ന് ഒന്നിച്ച് ചോദിക്കാം. ഈ ടൈപ്പാണ്. ഇങ്ങനത്തെ അപ്പനാണ്. പുറത്തു പോയി ഒരു പരിപാടിയും ചെയ്യരുത്. തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ ഫേസ് കാണാം. ഒറ്റ ദിവസത്തെ ഷൂട്ടിനെ പോയുള്ളൂ, അതിനകത്ത് മുഖം വന്നിട്ടുണ്ട്. ഞാൻ ട്രെയിലർ എന്റെ കൂട്ടുകാരൻ കണ്ടേച്ച് ട്രെയിലറിനകത്ത് എന്റെ ഫോട്ടോ മാത്രം സൂം ചെയ്തെടുത്ത് അയച്ചു തന്നെ എന്നെ കാണാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഡബ് സ്മാഷ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ പോകുമ്പോൾ ആൾക്കാരൊക്കെ കളിയാക്കിയിട്ടുണ്ടോ? എടാ നീ എവിടെയെങ്കിലും എത്തുമോ എന്നൊക്കെ ചോദിച്ചിട്ട്? ഇഷ്ടം പോലെ അതേ ഉണ്ടാവത്തുള്ളൂ. അതിലൊന്നും തളരാതിരുന്നാ മതി എന്നേ പറയാനുള്ളൂ. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമ ടെക്. സിനിമ എല്ലാവരുടെയും സ്വപ്നമാണ്. അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ പലരും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ പലരും സിനിമയിലേക്ക് എത്താറില്ല. എന്നാൽ ഒരുപാട് പേർക്ക് ഭാഗ്യം തുണയ്ക്കാറുണ്ട്. എന്നാൽ സ്വന്തം പരിശ്രമത്തിലൂടെ കഷ്ടപ്പെട്ട് ഇപ്പോൾ സിനിമയിലേക്ക് എത്തിയ ഒരു ഇൻഫ്ലുവൻസറാണ് എൻ്റെ കൂടെ ഉള്ളത്, അജിത് സജി. നമസ്കാരം. നമസ്കാരം. ഞാനീ പറഞ്ഞതുപോലെ തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം കണ്ടന്റ് ക്രിയേറ്ററിൽ നിന്ന് ഒരു സിനിമയിലേക്ക് എത്തുന്നത്. ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? അപ്രതീക്ഷിതമായിട്ടായിരുന്നു. പിന്നെ റീൽ ചെയ്ത് വന്നു. സിനിമ ആദ്യത്തെ സിനിമയല്ല, ആദ്യം ചെയ്യുന്ന ഒരു ഹിന്ദി ഫിലിമായിരുന്നു. ഹിന്ദി ആദ്യം ചെയ്യുന്ന ഒരു 1.5 വർഷത്തിന് മേളിലായി ചെയ്തിട്ട്. അപ്പം എങ്ങനെ പെൻഡിങ് നിൽക്കുമായിരുന്നു വർക്ക്. ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി അടുത്ത മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ റിലീസ് ആവും എന്ന് പറഞ്ഞിരിക്കും. ഹിന്ദി ഫിലിം റിലീസ് ആയിട്ടില്ല. അടുത്ത മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ വേറെ റിലീസ് കാണും. ആരുടെ കൂടെയായിരുന്നു അഭിനയിച്ചത്? അത് എല്ലാം തെലുങ്ക്. പകുതി പേരുടെ പേര് പോലും അറിയത്തില്ല. എല്ലാം ഹിന്ദി തെലുങ്ക് ആക്ടേഴ്സ്. അതിനകത്ത് മലയാളികൾ ഞങ്ങൾ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ആദ്യമായിട്ടൊരു വിളി എങ്ങനെയാണ് ഹിന്ദിന്ന് വന്നത്? അല്ല, പുള്ളിയും ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ട് മെസ്സേജ് അയക്കുമായിരുന്നു. ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ച് അങ്ങനെ പോയത്. രാജസ്ഥാനിലായിരുന്നു ഷൂട്ടും ഒക്കെ. എന്റെ സിനിമയുടെ പേരെന്താ? ഇക്ര. അപ്പൊ അതില് നല്ല 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 ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ആരുടെ കൂടെയായിരുന്നു? ദിലീപ് റാത്തോഡ് എന്നൊക്കെ പറഞ്ഞ തെലുങ്ക്, അവിടുത്തെ തെലങ്കാനയിലെ ഒരു പൊളിറ്റീഷ്യനൊക്കെ. പിന്നെ പ്രിയ ശുക്ല എന്ന് പറയുന്ന ഹീറോയിൻ. അതിലാരോ വില്ലനായിട്ടാണോ? വില്ലനായിട്ട്. അതിനകത്തൊരു സൈക്കോ ക്യാരക്ടറാ. ഡയലോഗ് ഒന്നുമില്ല. ഊമയാ. സൈക്കോ ക്യാരക്ടർ. ഊമ നമ്മുടെ ഡയലോഗ് ഇല്ലാതെ അഭിനയിക്കുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ നല്ല റിസ്കാ. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇച്ചിരി സുഖം അതായിരുന്നു. കാരണം ഒന്നാമത് ഹിന്ദിയൊക്കെ നമ്മൾ പറഞ്ഞു തരുമ്പോൾ ഒരു ടൈം ആകും. അപ്പം ഡയലോഗ് ആപ്പാടെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പ്രശ്നമായിട്ട് ഇവിടുന്ന് പോകാൻ നേരത്തെ തോന്നിയിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി പറഞ്ഞ ഡംബാണ് ക്യാരക്ടർ. ഇപ്പൊ ഹിന്ദിയൊക്കെ പഠിച്ചോ? അവിടുന്ന് പഠിക്കാം. ഹിന്ദി പഠിച്ചോ? ഹിന്ദി ടാസ്ക്കാണ്. പിന്നെ കുഴപ്പമില്ല, കമ്മ്യൂണിക്കേഷൻ വലിയ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് അങ്ങോട്ട് മാനേജ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഹിന്ദിയിലൊക്കെ ആവുമ്പോൾ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് കാണിക്കുകയൊക്കെ വേണം. അവരെല്ലാരും നല്ല ഫിസിക്ക് നല്ലപോലെ വലിയ ബൾക്ക് ബോഡി ഇല്ലെങ്കിലും എൻ്റെ ഫിസിക്ക് ഇച്ചിരി സെറ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതൊക്കെ വെച്ചൊരു ഫൈറ്റ് ഒക്കെ അതിനകത്ത് അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിസിക്കിന്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടും ബോഡി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതിന്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന അപ്പനാണ്. അങ്ങനെ നമ്മുടെ ജനറ്റിക് അങ്ങനെ തന്നെയാണ്. ഒന്നാമത് അപ്പൻ്റെ
ഇത് തന്നെയാ വന്നിരിക്കുന്നത്. അപ്പന്റെ കൂടെയുള്ള ഫോട്ടോ ആണ് എല്ലാരും ഏറ്റെടുക്കാറ്. അതാ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്ന ആ ഫോട്ടോയ്ക്ക് മാത്രം 9.5 മില്യൺ വ്യൂസ് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പനും ഇപ്പൊ ഫാൻ ബേസ് കൂടി വന്നോണ്ടിരിക്കുക. അജിത്ത് എന്താ പറയാ ജിമ്മിൽ പോയിട്ടുള്ള ബോഡിയാണോ, അപ്പൻ ശരിക്കും പണിയെടുത്തിട്ടുള്ള? ഞങ്ങള് രണ്ടുപേരും പണിയെടുത്തിട്ട് തന്നെ ഉള്ള. ജിമ്മിലൊന്നും പോകാറില്ല. ഞാൻ മറ്റേ സാധനങ്ങളെല്ലാം മേടിച്ച് വീട്ടിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യും, അല്ലാതെ സ്വന്തം അധ്വാനത്തിലൂടെ. പണി അതുപോലെ പണിയല്ലേ എടുക്കുന്നത്, പിന്നെ കുഴപ്പമില്ല. കൂലിപ്പണിയൊന്നും എല്ലാരെയും ശ്രദ്ധിച്ചാൽ മതി. അത്യാവശ്യം നല്ല ഫിസിക്കുള്ള ആൾക്കാരാ പകുതി. അതെ ശരിയാ. പറമ്പിൽ പണിയെടുത്തും കിളച്ചും പിന്നെ കല്ലിന്റെ പണിയെടുത്തും ഒക്കെ. കല്ലുപണി, തടിപ്പണി, എല്ലാ പരിപാടിയും. പണിയുടെ പറയുകയാണെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ കൂലിപ്പണി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം പാറ പൊട്ടിക്കാമോ, സിമെന്റ് പണിക്ക്, തടിപ്പണിക്ക്, വാർക്കപ്പണിക്ക്, എങ്ങനെയാണ് എല്ലാ പണിയും ചെയ്യുന്നത്? ഈ കൂലിപ്പണി ചെയ്യുമ്പം അതിങ്ങനെ ഇൻഫ്ലുവൻസർ ആയിട്ട് അത് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇത് പണി അതാണ് മെയിൻ. അല്ല, ഒരു ഹിന്ദിയിലൊക്കെ വലിയ എല്ലാരും ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാലും ഈ കൂലിപ്പണിയൊക്കെ ചെയ്യുമോ? എല്ലാം കഴിഞ്ഞു പോയാലും പിന്നെ ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കഞ്ഞി പിടിച്ച് പോകണമെങ്കിൽ ഇതൊക്കെ തന്നെ വേണമല്ലോ. അതുകൊണ്ട് അതിനോടുള്ള അതെപ്പോഴും അങ്ങനെ തന്നെ കാണും. ചെറുപ്പം തൊട്ട് സാധാരണ പണിക്കൊക്കെ പോകുന്ന അതൊരു പ്രായം, അത്ര ചെറുപ്പം തന്നെ, എന്നാലും ഒരു 10-15 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ പണിക്ക് പോയി തുടങ്ങി. അപ്പൻ്റെ കൂടെ പണിക്ക് പോയി തുടങ്ങി. അപ്പൻ എന്താ പണിയെടുക്കുന്നത്? അപ്പന് സെയിം കൂലിപ്പണി, പുള്ളി മേസ്തിരി പണി, കെട്ടിടം പണി. കെട്ടിടപ്പണിക്കാണ് അധികം പോകുന്നത് അല്ലേ? കെട്ടിടം പണിക്ക് ഞങ്ങൾ പോകുന്നത്. അന്നേരം അപ്പനാണ് അതിലേക്ക് ഒരു പാത തുറന്നു വന്നത്. അപ്പൊ പുള്ളി ഭയങ്കര മോട്ടിവേഷൻ. പുള്ളിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുടി വളർത്തുന്നത്, കാതൊക്കെ കുത്തി നടക്കുന്നത്, ഇച്ചിരി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫാദറാ പുള്ളി. ഒരു വൈബ് അച്ഛനാണ് പുള്ളി. വൈബ് തന്നെയാ പുള്ളിക്ക്. ഇങ്ങനെ മുടി വെട്ടി പക്ക നീറ്റായിട്ട് ഇൻഷർട്ടൊക്കെ ചെയ്ത് അങ്ങനൊക്കെ നടക്കണം, അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. നിനക്ക് എങ്ങനെ നടക്കാനോ ഇഷ്ടം, നീ അതുപോലെ നടക്കും. ദുശീലങ്ങളിലൊന്നും പോയി പെടാതിരിക്കുക, അത്രേ ഉള്ളു. നിനക്ക് എങ്ങനെ നടക്കാനോ ഇഷ്ടം. ദുശീലങ്ങൾ പറഞ്ഞ പോലെ നിനക്ക് 2 അടിക്കാൻ തോന്നുന്നുണ്ടോ, 2 പേരും മേടിച്ചോണ്ടോ, നമുക്ക് വീട്ടിൽ ഇരുന്ന് ഒന്നിച്ച് കുടിക്കാം. ഈ ടൈപ്പാണ്. ഇങ്ങനത്തെ പുറത്തു പോയി ഒരു പരിപാടിയും ചെയ്യരുത്. പുറത്തു പോയി താൻ തോന്നിത്തരൊന്നും കാണിക്കരുത്. അത് തന്നെ, അതേ ഉള്ളു. അല്ലാതെ വേറെ എന്തുകൊണ്ടും പുള്ളി പക്കാ കമ്പനി. ആ ഫോട്ടോ ആണ് എനിക്കും ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നിയത്. നല്ല രസമായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയത് ഈ ടൊവിനോ തോമസിന്റെ അപ്പനും അതുപോലെ തന്നെ ഭയങ്കര ഫിസിക്കുള്ള ഒരാളാണ്. അവരുടെയാണ് അപ്പന്റെയും മാന്റെയും ഭയങ്കര വൈറലായിട്ടുള്ളത്. അതുപോലെയാണ് നിങ്ങളുടെയും ഫോട്ടോ. അപ്പനുമായിട്ടിടുന്ന ഫോട്ടോ എല്ലാം വൈറലാ. അതെ, പുള്ളിയായിട്ടിടുന്ന ഫോട്ടോയിനെല്ലാം അത്യാവശ്യം നല്ല വ്യൂസാ. അപ്പനപ്പോ അപ്പം പറഞ്ഞിട്ടാണോ കാത് കുത്തിയത്? അല്ലല്ല, ഇത് പണ്ടേ അമ്മ കുത്തി തന്നാ. ഇതൊരു 13-14 വർഷമായി ഇത് കുത്തിയിട്ട്. ഇത് ഈ കഴിഞ്ഞിടയ്ക്ക് അമ്മ തന്നെ കുത്തി തന്ന. മറ്റേ നാരകമില്ലേ, നാരകത്തിന്റെ മുള്ളുകൊണ്ട് അമ്മ തന്നെ കുത്തി തരുന്ന. പക്ഷെ കറക്റ്റായിട്ട് അത് കറക്റ്റായിട്ട് കുത്തും അമ്മ. അമ്മ പുറത്ത് കാത് കുത്തി കൊടുക്കുമോ? ഇല്ലില്ല, കുത്തി കൊടുത്തെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാതെ നല്ല വേദനയല്ലേ നാരകത്തോണ്ട് കുത്തുമ്പോ? കുഴപ്പമില്ല, അങ്ങനെ അറിയത്തൊന്നുമില്ല വേദന പറയുന്ന പോലെ. അപ്പൊ അപ്പന് ഭയങ്കര സന്തോഷമായി സിനിമയിലൊക്കെ വന്നപ്പോ. ഇപ്പൊ ഇനി മലയാള സിനിമയിലാണ്. ഈ പറയുന്ന പോലെ ഇത്രയും സ്ട്രഗിള്. കൂലിപ്പണിക്ക് പോകുന്ന ഒരാളുടെ ശരാശരി വീട്ടിലെ സിറ്റുവേഷൻസ് ഒക്കെ അറിയല്ലേ. ഈ പറഞ്ഞ പോലൊക്കെ തന്നെ നമ്മളും കടന്നു വന്നത്. എന്നാലും ആ പോകുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പുള്ളി പറയാം, ഞാൻ നോക്കിക്കോളാം, നീ പോയിട്ട് വാ. നല്ല സപ്പോർട്ടീവ് ആണ്. പുള്ളി ഭയങ്കര സപ്പോർട്ടീവ്. ഇപ്പോഴും സുഹൃത്തുക്കളുടെ സ്ഥാനം എടുത്തെന്ന് പറഞ്ഞാലും അപ്പനായിട്ട് അങ്ങനെയും സുഹൃത്തുക്കളുടെ സ്ഥാനം എടുത്താലും ആദ്യം ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അപ്പൻ. അത് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി എല്ലാരും. അത് കഴിഞ്ഞിട്ടേ ഉള്ളു. എവിടെ പോയാലും ആദ്യം വിളിച്ച് പറയുന്നത് എല്ലാം അപ്പനെയാ. അപ്പന്റെ കൂടെ വീഡിയോ ചെയ്താൽ ഭയങ്കര കുറച്ചുകൂടി നല്ല ഒരു ഇതിൽ എത്തുന്ന എനിക്ക് തോന്നുന്നത്. ഇപ്പം അടുത്ത അത് പ്ലാൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഞങ്ങളും. പുള്ളി തന്നെ ഇങ്ങോട്ട് പറഞ്ഞേ, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് കണ്ടന്റ് വീഡിയോസ് ചെയ്യണം, കയറി വരണം എന്നൊക്കെ പറഞ്ഞു. സ്വന്തം കണ്ടന്റ് ഇനിയിപ്പോ ഉടനെ കണ്ടു തുടങ്ങാതെ അപ്പന്റെ കൂടെയുള്ള അപ്പനും ഒക്കെ ആയിട്ട്, അപ്പനും മകനുമായിട്ടുള്ള. നിങ്ങളങ്ങ് അപ്പൊ ഭയങ്കര വേറെ ലെവലെത്തും. ഉടനെ വന്നു തുടങ്ങും അങ്ങനത്തെ വീഡിയോസ്. ഇപ്പഴീ മലയാള സിനിമയില് ആണല്ലേ പുതിയ സിനിമ വരുന്നത്? 2 ഫിലിം ചെയ്തു. 2 ഫിലിം ചെയ്ത് കഴിഞ്ഞു? ഷൂട്ട് കഴിഞ്ഞോ? ഷൂട്ട് കഴിഞ്ഞു. 2 അല്ല, ആക്ച്വലി 3 ഫിലിം
ഷൂട്ട് കഴിഞ്ഞു. ആണോ? ഭയങ്കര സിമ്പിൾ ആയിട്ട് ഹമ്പിൾ ആയിട്ടാണല്ലോ എന്നിട്ട് ഇരിക്കുന്നേ. ഒരെണ്ണം ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ റിലീസായിരുന്നു. ശ്രീ അയ്യപ്പനില് ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. റിയാസ് ഖാനും ഒക്കെ ഉള്ള ഡ്രാക്കുള സുധീർ വീട്ടിലെല്ലാരും കണ്ടു എന്ന് പറഞ്ഞു, ഞാനും കണ്ടില്ല. അതിൽ എങ്ങനെയുണ്ടായിരുന്നു? ശ്രീ അയ്യപ്പനിൽ എങ്ങനെയാണ് വേഷം കിട്ടിയത്? അത് ഡയറക്ടർ വിളിച്ചായിരുന്നു, പുള്ളി ഫേസ്ബുക്ക് വഴി മെസ്സേജ് കോണ്ടാക്ട് ചെയ്തത്. അതിൽ പിന്നെ സിനിമ ഇറങ്ങിയ സമയത്ത് നന്നായിട്ട് അതിൽ ഉണ്ടായിരുന്നു. വേഷമൊക്കെ എന്തായിരുന്നു? ഡയലോഗ് ഒക്കെ ഉണ്ടായിരുന്നു, അത്ര വലിയ വേഷമില്ല, എന്നാലും ചെറിയ വേഷമൊക്കെ. സിനിമയൊക്കെ മോൻ കാണിക്കാൻ പറ്റുന്ന തന്നെ വലിയ ഭാഗ്യമല്ലേ, അത്രേ ഉള്ളു. അപ്പൊ പിന്നെ തുടക്കം തന്നെ എനിക്ക് വലിയ വേഷം കിട്ടണം അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ല. നമുക്ക് ഒന്ന് തിയേറ്ററിൽ ഇതിലും എത്താത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ അല്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് ഭാഗ്യം കേട്ടോ, അത്രേ തോന്നിയിട്ടുള്ളൂ, ഭാഗ്യ. പിന്നെ ഏതാ 2 സിനിമകൾ ഇനി വരാൻ? പിന്നെ ഒരെണ്ണം നമ്മുടെ സിദ്ദിഖിക്കാടെ ക്രൈം 3 നോട്ട് എന്ന് പറഞ്ഞ ഫിലിം, അതിനകത്ത് ചെറിയൊരു വേഷം എന്ന് പറഞ്ഞാൽ അതും എങ്ങനെയാണ്? അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ചെറിയൊരു വേഷം. ചെറിയൊരു വേഷം. എന്നാലും ഒരു ക്ലൂ തരുമോ? അത്യാവശ്യം നല്ല ഡയലോഗ് ഒക്കെ ഉള്ള ചെറിയ നെഗറ്റീവ് റോളാണ്. നെഗറ്റീവ് റോളാണ്. എനിക്ക് തോന്നുന്നു നെഗറ്റീവ് റോളിലാണോ കുറച്ചുകൂടി വിളിക്കുന്നത്? നെഗറ്റീവ് റോളുകളാണ് കിട്ടുന്നത്. കാണുമ്പോ ഒരു ക്രൂരനായിട്ട് ആൾക്കാർക്ക്. അല്ല, അത് സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, അതില് വന്നു കഴിയുമ്പോഴത്തേന് വില്ലനായിട്ട് വേണോ? പിന്നെ ഈ ഡ്രസ്സൊക്കെ അഴിച്ചു നിന്ന ആ ഒരു ബോഡിയും ഒക്കെ കൊണ്ട് എല്ലാം നോർമലി നമ്മൾ സിദ്ദിഖിക്കയുടെ ആരുടെ കൂടെയാണ് അപ്പൊ കോമ്പിനേഷൻ ഒക്കെ? ആരുടെ കൂടെയാണ്? ഇല്ല, പുള്ളിയായിട്ട് കോമ്പിനേഷൻ സീൻ ഒന്നും വരുന്നില്ല, വേറെ ഇച്ചിരി സെപ്പറേറ്റ് സീൻസ് ആണ്. ഡയലോഗ് ഉണ്ട്. ഡയലോഗ് ഉണ്ട്. ഡയലോഗ് വേറെ ആരൊക്കെയാണ് അതില് കാസ്റ്റ്? അതിന്റെ കാസ്റ്റും കറക്റ്റ് അറിയത്തില്ല. വിളിച്ച് നമുക്ക് ഒറ്റ ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ നമ്മൾ ആരെയും കണ്ടിട്ടും ഇല്ല. നമ്മുടെ പാഷാണ ഷായിച്ചേട്ടനൊക്കെ ഉണ്ട് അതിനകത്ത്. എവിടെയാണ് അപ്പൊ ഷൂട്ടൊക്കെ? എവിടെയാണ് ഷൂട്ടൊക്കെ? ട്രിവാൻഡ്രം സൈഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് സൈജു കുറുപ്പിന്റെ കൂടെയാണ്. ആരം എന്ന് പറഞ്ഞു. സൈജു കുറുപ്പ് പുള്ളി പോലീസായിട്ട് വരുന്നത്. അതിലെന്താണ്? അതില് പറഞ്ഞ പോലെ നെഗറ്റീവ് റോൾ. നെഗറ്റീവ് റോൾ. അതിൽ ഡയലോഗ് ഒക്കെ ഉണ്ടോ? ഡയലോഗ് ഇല്ല, ഡയലോഗ് ഒന്നുമില്ല. എന്നാലും നമ്മള് എന്നാലും ഡയലോഗ് ഒന്നുമില്ല, പക്ഷെ എന്നാലും നമ്മള് നല്ല അടിപൊളി ഒരു വേഷമാണ് അതിനകത്ത്. എല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ടാ പറയുന്നത്. നമ്മള് ചില ക്യാരക്ടേഴ്സിന്റെ ഡയലോഗ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവരുടെ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ജസ്റ്റേഴ്സ് കൊണ്ടൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെയൊക്കെ പറയാവുന്ന പോലെ ഒരു വേഷമാണ്, അത്രേ ഉള്ളൂ. കൂടുതലൊന്നുമില്ല, ഡയലോഗ് ഒന്നുമില്ല, പക്ഷെ പെട്ടെന്ന് അതിനകത്ത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എല്ലാവരുടെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സൈസ് വേഷമാണ്. അതില് സൈജു ചേട്ടനൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പുള്ളിയൊക്കെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മള് സിമ്പിൾ ആയിട്ടിരിക്കുന്ന പറഞ്ഞ പോലെ പുള്ളിയൊക്കെ നമ്മള് സംസാരിക്കുന്നില്ല, അവരുടെ മോനെ എന്നൊക്കെ പറഞ്ഞ്. സൈജു ചേട്ടന്റെ ഏത് ക്യാരക്ടർ ഏറ്റവും ഇഷ്ടം? ഒരുപാട് സിനിമകള് പുള്ളിയെ കാണുമ്പോഴേ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നതാ. അത് ശരി, ഇനിയിപ്പോ വരുവാണല്ലോ, പിന്നെ ആട് 3 കൂടെ വരുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ സൈജു ചേട്ടനൊക്കെ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, പുള്ളി ഒരു മനുഷ്യനെ അങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളിക്ക് എന്തെങ്കിലും അവിടെ ലൊക്കേഷനിൽ വന്നിരിക്കുമ്പോഴും സംസാരിക്കുന്ന കേട്ടിടത്തോളം അവരവർക്ക് വരുന്ന തെറ്റ് അവരവര് തിരുത്തി പോകണം, അപ്പോൾ അടിപൊളി ആയിക്കോളും എന്ന ഒരു മെന്റാലിറ്റിയാണ് പുള്ളിയൊക്കെ. പക്ഷെ അടിപൊളിയാണ്, ഭയങ്കര സിമ്പിളാണ്, ഡൗൺ ടു എർത്താണ്. ആദ്യം തന്നെ ഇങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ കിട്ടാന്ന് പറയുന്നത് ഇപ്പം ചെറിയ വേഷങ്ങളായാലും അങ്ങനെയാണ് എല്ലാവരും വലിയ വേഷങ്ങളിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ ഇതൊക്കെ വീട്ടിൽ പറഞ്ഞ സമയത്ത് അപ്പനും അമ്മയും ഒക്കെ എന്താ പറഞ്ഞത്? ഭയങ്കര അഭിമാനം തോന്നി? എല്ലാവർക്കും. അപ്പൻ മെയിനായിട്ട് പുള്ളി പണ്ട് തൊട്ടേ ഇങ്ങനെ അങ്ങനെ കാണണം. ഞാൻ ആദ്യം അഭിനയിക്കുന്ന സൂര്യ ടിവിയിലെ മറ്റേ കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറഞ്ഞ സീരിയലിനകത്ത് അതിനകത്തൊരു 4-5 എപ്പിസോഡിന് കൂടുതലുണ്ടായിരുന്നു. 4-5 എപ്പിസോഡോളം ഉണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ്. അതിനകത്ത് ആ നായിക ശല്യം ചെയ്യാൻ വരുന്നു, അങ്ങനത്തെ ഒക്കെ ഒരു പൂവാലൻ സെറ്റപ്പ് ആയിരുന്നു അതിനകത്ത്. അപ്പം അതിനകത്താണ് ആദ്യം വരുന്നത്. അപ്പൊ ടിവിയില് മുഖമൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴേ അപ്പനും അമ്മയ്ക്കും വൈഫ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഞാൻ ആ സീരിയലില് അങ്ങനെ ഇരുന്ന് കണ്ടിട്ടില്ല. വൈഫ് വീട്ടിലിരുന്ന് ടി വിയിൽ വന്ന സമയത്ത് ഫോണിൽ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരുമായിരുന്നു, ടി വിയിൽ ടെലികാസ്റ്റ് ആയി തുടങ്ങി എന്നുള്ള. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ചെറിയ പുള്ളിയൊന്നും അല്ല, എന്നാലും കുറച്ചൊക്കെ ആയിട്ട് വന്നല്ലോ. പിന്നെ അത് എത്ര വർഷം മുമ്പായിരുന്നു ചെയ്തത്? സീരിയൽ ചെയ്തിട്ട് 1 വർഷത്തോളം.
അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നോ? സിനിമകൾക്ക് വേണ്ടി ഓഡീഷനൊക്കെ പോവാറുണ്ടോ? ഇല്ലില്ല, അങ്ങനെയൊന്നും പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഈ റീൽ ചെയ്യുന്നു, പണിയാണ് മെയിൻ. പണിക്കിടയിൽ ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടി ചെയ്ത് തുടങ്ങിയതാണ് റീൽ റീൽ ചെയ്ത് ഡബ് സ്മാഷ് ആയിരുന്നു അല്ലേ ചെയ്തോണ്ടിരുന്നത്? ആദ്യം അതായിരുന്നല്ലോ. പിന്നെ മറ്റേ ടിക്ടോക്ക് കാര്യങ്ങൾ എല്ലാം വന്ന് ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കണ്ടന്റ് വീഡിയോസ് ആയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. ഇമിറ്റേറ്റ് മറ്റേ നമ്മുടെ ആരായിരുന്നു, വിനായകൻ ചേട്ടന്റെ ക്യാരക്ടർ ചെയ്തില്ലായിരുന്നു? വില്ലൻ വേഷങ്ങൾ ചെയ്തിരിക്കുന്ന കൂടുതൽ എറിച്ചിരിക്കുന്നു വിനായകൻ. പിന്നെ നമ്മുടെ വിജയുടെ ചെയ്തിട്ടുണ്ടല്ലേ? വിജയുടെ സോങ്സ് ആ കൂടുതൽ. സോങ്സ് അതിന് ചുണ്ടനൊക്കെ അതിന് എക്സ്പ്രഷൻ ഇടുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോവായിരുന്നു തമിഴ്നാട്ടില്. നമ്മുടെ കങ്കുവയുടെ സിനിമ, കങ്കുവ ഇല്ലായിരുന്നു, കങ്കുവ. അതിന് 10-16 ദിവസം പോയി തന്നു. പക്ഷെ മുഖമൊന്നും കാണാനില്ല. പക്ഷേ ഇതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, അത്രയേ ഉള്ളൂ. കാരണം അവരുടെ ഷൂട്ടിംഗ് രീതികളും അവിടുത്തെ ലൊക്കേഷനിലെ ശൈലികളും എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ആ ഒരൊറ്റ ഉദ്ദേശത്തിൽ മനസ്സിലാക്കിയ അത് ഓരോ ടേക്കുകളൊക്കെ പോകുന്നതും അവരുടെ രീതികൾ എങ്ങനെയാണെന്നുള്ളതും ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അവസരം കിട്ടുമ്പോൾ കയറിപ്പോകും. അപ്പൊ ഇതുവല്ല ഒന്ന് കണ്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തമിഴിലാണോ പോയിട്ടുള്ളത്? കങ്കുവയിൽ അതിനു വേണ്ടിയാണോ പോയത്? ആദ്യം പോകുന്ന തമിഴില കങ്കുവ. പിന്നെ ജനനായകത്തിന് പോയായിരുന്നു റീസെന്റ് ആയിട്ട്. ജനനായകൻ അത് ഇനി ഇറങ്ങാനിരിക്കുന്നില്ലേ? അത് ഇറങ്ങാനിരിക്കുന്നു. ജനനായകന്റെ ഒക്കെ എന്തായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്? നമ്മളൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയി നമ്മൾ ഇങ്ങനെ തടവുകാരായിട്ട് പോയതാ. പക്ഷേ അടിപൊളിയായിരുന്നു ലൊക്കേഷനും അവരുടെ സെറ്റും വർക്കും എല്ലാം കാണുമ്പോഴത്തേനെ ഇത്ര കോടി മുടക്കി സെറ്റ് ഡീലൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒരു രസം. വിജയെ കണ്ടോ? ഇല്ലില്ല, ബോബിഡികളിന് മാത്രം കണ്ടു. വിജയെ കാണാൻ പറ്റിയില്ല. ബോബിഡികളിനെ കക്കുവയുടെ ഷൂട്ടിന്റെ ടൈമിലും കണ്ടതായിരുന്നു. വിജയെ കാണാം, നമ്മള് ഭയങ്കര വിജയാരാധന. അപ്പം പുള്ളിയെ ഒന്ന് കാണാമെന്നൊക്കെ ഉദ്ദേശിച്ച് പോയതാ, പക്ഷെ നടന്നില്ല. എന്തായാലും തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴത്തേന് ഫേസ് കാണാം. ഒറ്റ ദിവസത്തെ ഷൂട്ടിനെ പോയുള്ളൂ, അതിനകത്ത് മുഖം വന്നിട്ടുണ്ട്. ഞാൻ ട്രെയിലർ എന്റെ കൂട്ടുകാരൻ കണ്ടേച്ച് ട്രെയിലറിനകത്ത് എന്റെ ഫോട്ടോ മാത്രം സൂം ചെയ്തെടുത്ത് അയച്ചു തന്നു എന്നെ കാണാന്നൊക്കെ പറഞ്ഞു. അത് തന്നെ വലിയൊരു സമാധാനം. ഡയലോഗ് ഒന്നുമില്ല, ഒന്ന് ഓടി വരുന്ന സീനിലെ മുഖമുള്ളു. പക്ഷെ സന്തോഷം, പുള്ളിയുടെ അവസാനത്തെ സിനിമയിലൊന്നും മുഖം കാണിക്കാൻ പറ്റിയില്ല. അത് തന്നെ വലിയതൊന്ന്. ആ ഫോട്ടോയ്ക്ക് എപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് കൊണ്ട് നടക്കുക. അതൊരു സന്തോഷം കാണിക്കാൻ. അത് ആ ട്രെയിലർ എടുത്ത് നോക്കിയാ, ട്രെയിലറിന്റെ അകത്ത് അല്ല ട്രെയിലർ കണ്ടപ്പോ നമ്മൾ പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒന്ന് സൂക്ഷ്മമായിട്ട്. ബോബിഡിയോള് ജയിലിലേക്ക് എൻട്രി ആവുന്ന ഒരു സീനുണ്ട്. ആ സീനിലൊന്ന് ആ ട്രെയിലറിനകത്ത് ആ സീനിൽ ആ ഓടി വരുന്ന കൂട്ടത്തിൽ നോക്കിയാൽ മതി ബാക്കില്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. അവര് മുഖത്ത് മറ്റേ കരിയൊക്കെ വാരി തേച്ച് അവന് നൈജീരിയൻ തടവുകാരനായിട്ടൊക്കെയായിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോയിട്ട് രാവിലെ കുത്തിയിരിക്കണം, വൈകുന്നേരം വരെ വെയിലത്ത് ഇങ്ങനെ കുത്തിയിരിക്കണം. അപ്പൊ എങ്ങനെയായിരുന്നു ഷൂട്ട്? ഇപ്പൊ വെയിലത്ത് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ ഇങ്ങനെ ഒരു ഷോട്ടിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണം? ഒറ്റ ഇരിപ്പാ, അയ്യോടെ അവിടെ ഇരുന്നോണം. എന്നാലും അതിനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഇപ്പൊ ജനനായകനിലായാലും ഇപ്പൊ കങ്കുവേലൊക്കെ ആയാലും അപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എപ്പൊ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു ആ ഒരു ഇരുത്തം? അത് രാവിലെ ഒരു 10-11 മണിയൊക്കെ ആയപ്പം തുടങ്ങി. വൈകുന്നേരം ഒരു 5:30-5:45 വരെ ഞങ്ങൾ അവിടെ ഇരുന്നു. എന്നിട്ട് എപ്പോഴാണ് ഒന്ന് വിളിച്ചത്? വിളിക്കുവല്ല, അത് സീൻ പൊക്കോണ്ടിരിക്കുക. അത് പുള്ളി ഇങ്ങനെ കടന്നു വരുന്ന അങ്ങനെ ഒരു 1-2 ഷോട്ടാണത്. അതിന് ടൈമുണ്ട്. അപ്പോഴേ ഞാൻ ഓർക്കുന്നത്, അല്ല തമിഴ് സിനിമകളിൽ നോർമലി ഷൂട്ട് ചെയ്ത് ഇത്ര ഡിലേ ആവുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും ക്യാഷും എല്ലാം മുടക്കി അവർ ചെയ്യുമ്പോൾ ഓരോ സീനും അതുപോലെ നോക്കി ചെയ്യത്തുള്ളൂ. അതിന്റെയാണ് ഇങ്ങനെ ഡിലേ വരുന്നത്. പക്ഷെ ആ സീന് തിയേറ്ററിൽ കണ്ടു കഴിയുമ്പോഴത്തേന് നമുക്ക് ഇങ്ങനെ രോമാഞ്ചം വരും. അപ്പൊ അത്രയും ഡിലേ ആയത് എന്തിനാണ് എന്ന് പിന്നെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ തോന്നും, കുറ്റം പറയും ചിലപ്പോൾ, ഉമ്മാരെന്നെ കാണിക്കും ഇത്രയും വലിപ്പിക്കുന്ന എന്തിനാന്നൊക്കെ. പക്ഷെ തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ അവിടെ അത്രയും വലിച്ചു നീട്ടിയ സീൻ, ഇത് ചെറിയ സീനാണെങ്കിൽ പോലും തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് രോമാഞ്ചം കൊണ്ടുപോകും. പെട്ടെന്ന് നമ്മൾ ഓർമ്മിക്കും. അത്രയും നേരം നമ്മൾ ഇരുന്നതും കൂടെ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് മൈൻഡിൽ കാണുമല്ലോ. അപ്പോഴായിരിക്കും തോന്നുന്നത് ഇതിനു വേണ്ട അവർ ഇത്രയും വലിച്ചു നീട്ടിയെന്നുള്ളത്. അതുപോലെ ആയിരിക്കും ആ സീനൊക്കെ തിയേറ്ററിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്നാലും ഭയങ്കര കഷ്ടപ്പെട്ട് അങ്ങനെ പേഷ്യന്റോട് ഇങ്ങനെ ഇരിക്കണ്ടേ? അതൊക്കെ ഇരിക്കണം. പിന്നെ ഇതിന്റെ പുറകെ നമ്മളൊന്നുമല്ല. ചിലരൊക്കെ
2-3 ദിവസമായി ഇരിപ്പിരിക്കാൻ പറഞ്ഞാലും ഇരിക്കാൻ റെഡിയാ. ഒന്ന് സ്ക്രീനിൽ മോൻ കണ്ടാ മതി. തമിഴ് ആൾക്കാരൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നവരെ അവരൊക്കെ ഇതിന്റെ പുറത്തൊക്കെ തന്നെ എവിടെയെങ്കിലും ഒക്കെ ചുമ്മാ കിടക്കും വേണമെങ്കിൽ. എന്നിട്ട് അടുത്ത സീനിൽ ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ ആള് വേണോന്ന് പറഞ്ഞ് വിളിക്കുവാണെങ്കിൽ അതിന് കയറാൻ വേണ്ടിട്ടൊക്കെ അവിടെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും വലിയ സ്ട്രെയിൻ ചെയ്തിട്ടില്ലെന്ന് പറയാം സത്യം പറഞ്ഞാൽ. ഒരു സിനിമക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലേ, ഇഷ്ടം പോലെ. അങ്ങനെ അവിടെ ആൾക്കാരെ കണ്ടുമുട്ടിയോ? കുറെ പേരെ കണ്ടുമുട്ടി, പരിചയപ്പെട്ടു. അങ്ങനെ ഇപ്പൊ സുഹൃത്തുക്കളുണ്ട് അവിടെ കുറെ, ഇങ്ങനെ പോയി പരിചയപ്പെടുന്നവരുമായിട്ട് അങ്ങനെ. അപ്പൊ അവിടെയുള്ള തമിഴന്മാരൊക്കെ അവരൊക്കെ എന്താ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര എളുപ്പമാണോ സിനിമയിലേക്കൊക്കെ എത്താൻ? അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയവരുണ്ടോ? വർഷങ്ങളായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നടക്കുന്നവരുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പോയ സമയത്ത് തന്നെ പരിചയപ്പെട്ട 3-4 പേരുണ്ട്. അവർക്ക് ഇപ്പൊ തന്നെ വയസ്സ് 10-60 ആ കങ്കുവയുടെ ഷൂട്ടിനൊക്കെ വന്ന സമയത്ത് ഉണ്ടായിരുന്നു പുള്ളിയൊക്കെ. 10-60 വയസ്സ് പ്രായമായി. പുള്ളിയൊക്കെ പറയുന്നത് ചെറുപ്പകാലം തൊട്ടേ സിനിമയുടെ പുറകെ ഉണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ഇപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ പൊക്കോണ്ടിരിക്കും. 60 വയസ്സിലും ജൂനിയർ 60 വയസ്സായി ഇപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് സിനിമയോടുള്ള ഒരു ആഗ്രഹം. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടെങ്കിൽ അങ്ങനെ കുറെ സിനിമകളിൽ ഇങ്ങനെ ഒരുപാട് സിനിമകളിൽ ഇങ്ങനെ ഫേസ് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവരെല്ലാം ഫോൺ എടുത്ത് കാണിച്ചു തരും ഓരോ പഴയ സിനിമകളിൽ. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തൊട്ടുള്ള സിനിമകൾ കാണിച്ചു തരുവാ പഴയത്. അതിനകത്തെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഫേസ് ഒന്ന് വന്നു പോകുന്ന അവര് ആ ഒരു കാലഘട്ടത്തില്. അങ്ങനെ ഇപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവര്. ശരിക്കും അവർ നായകനാവേണ്ട നമ്മളിവിടെ 2-3 വർഷം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടേച്ച് പറയുന്നത് ഞാൻ 3 വർഷമായിട്ട് പുറകെ നടന്നു, 4 വർഷമായിട്ട് അവിടെ 30 വർഷമായിട്ടൊക്കെ പുറകെ നടക്കുന്നവരുണ്ട് സിനിമയുടെ. അതൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് വലിയ ബുദ്ധി. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ ഈ ചെറിയ അവസരങ്ങൾ കിട്ടിയത് എനിക്ക് വലിയ ഭാഗ്യമായിട്ടോ. അതെ, എന്നുവെച്ചാൽ അവരൊക്കെ 60 വയസ്സെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു 10-20 വയസ്സിലൊക്കെ നായകനാവാൻ വന്നവരായിരിക്കും ചിലപ്പോ അതിന് മുമ്പേ. അപ്പൊ ആ എക്സ്പീരിയൻസ് ഒക്കെ അവര് പറഞ്ഞായിരുന്നു. അതെല്ലാം പറയുന്നേ ഈ പറഞ്ഞ പോലെ തന്നെ കുറെ പേരൊക്കെ പറഞ്ഞു കേട്ടുള്ള സെയിം കഥകളൊക്കെ തന്നെയാണ്. എന്നാലും അവരനുഭവിക്കുമ്പോ അല്ലേ അതിന്റെ ആഴം മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ. അവരവന് വന്നാലേ അറിയത്തുള്ളൂ. അവര് പറയുമ്പോഴത്തേനും നമുക്ക് തോന്നുന്നു എല്ലാരും പറയുന്ന സെയിം കഥയാണല്ലോ എന്ന് തോന്നുമെങ്കിലും സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ ശരിക്കും സിനിമയിലേക്ക് എത്താൻ? കുറച്ചില്ല. ഞാൻ ഇതൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്റേതായ രീതിക്ക് ഞാൻ കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഫിനാൻഷ്യലി ആണോ ഇങ്ങനെ നമ്മൾ പണിക്ക് പോകാണ്ടിരിക്കണോ? മെന്റലി എല്ലാം കുറെ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡബ് സ്മാഷ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ പോകുമ്പോൾ ആൾക്കാരൊക്കെ കളിയാക്കിയിട്ടുണ്ടോ? എടാ നീ എവിടെയെങ്കിലും എത്തുമോ എന്നൊക്കെ ചോദിച്ചിട്ട്? ഇഷ്ടം പോലെ. അതേ ഉണ്ടാവത്തുള്ളൂ. അതിലൊന്നും തളരാതിരുന്നാ മതി എന്നേ പറയാനുള്ളൂ. എനിക്ക് തന്നെ കുറെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് വീഡിയോ അങ്ങനെ എങ്ങനെ നാട്ടുകാർ പറയുന്നു, വീട്ടുകാർ പറയുന്നു. ഇതെന്ത് പറഞ്ഞാലും നമുക്ക് വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഓക്കെ. അത് നാട്ടിൽ ഇങ്ങനെ കൂട്ടുകാരും അതും ഇതുമൊക്കെ പറയുമ്പോഴത്തേനും വീട്ടിലും കൂടെ അങ്ങനെ തന്നെ കേട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ നോർമലി താറുന്നു. ഇതെന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോഴത്തേനും അപ്പം നോക്കി നീ അടിപൊളിയില്ലേ, പിന്നെ എന്നാ വേണം, നിനക്ക് കൊള്ളാൻ നിനക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. പിന്നെ നീ ആരെയാ നോക്കുന്നേ? നിന്റെ കാര്യം നീ മാത്രം നോക്കിയാൽ മതി, വേറെ ആരോടും അഭിപ്രായം ചോദിക്കണ്ട. നിനക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു നീ ചെയ്തോ, അത്രേ ഉള്ളൂ. അപ്പനോടാണ് ഒരു ബിഗ് സല്യൂട്ട്. എനിക്ക് പുള്ളി ആ ഒരു വൈബാ. അതുകൊണ്ട് പിന്നെ അതെന്തോ ദൈവം സഹായിച്ചിട്ടൊരു ഭാഗ്യം. 100%. ഞങ്ങള് 4 മക്കളാ. ചേച്ചി ഏറ്റവും മൂത്ത, പിന്നെ ചേട്ടൻ, ഞാന്, അനിയൻ. ഇവൻ ഞങ്ങളുടെ 3 പേരുടെയും മാരേജ് ഒക്കെ കഴിഞ്ഞ. എല്ലാരും കഴിഞ്ഞു. എത്രാമത്തെ വയസ്സ് കല്യാണം കഴിച്ചു? ഞാൻ 23. അപ്പൊ ഭാര്യയൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം. ഭാര്യയുടെ പേരെന്തായിരുന്നു? ഭാര്യയുടെ പേര് ദിവ്യ. ദിവ്യ. ഒരു മോളുണ്ടല്ലേ? ഒരു മോളുണ്ട്, വൈക. കിട്ടി തുമ്പി. അപ്പൊ വീട് കോട്ടയം? കോട്ടയം കാഞ്ഞിരപ്പള്ളി അല്ല, പ്രോപ്പർ പൊൻകുന്നം. അപ്പം ഈ ജനനായകനില് അപ്പൊ ആരാണ് വിളിച്ചത്? ആരാണ് പോവാനായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്? അപ്പൊ ആരെ വിളിക്കുക? തമിഴിലപ്പം കുറെ പരിചയങ്ങളുണ്ടോ? കോർഡിനേറ്റർമാരുണ്ടല്ലോ. അല്ല, മെയിൻലി കേരളത്തിൽ നിന്നാണ് ഷൂട്ടുകൾക്കെല്ലാം ജിം ബോയ്സ് ഒക്കെ വേണമെന്ന് പറയുമ്പോൾ പോകുന്നത് ഇവിടുന്ന്. അപ്പം മലയാളത്തിൽ കോർഡിനേറ്റർമാരുണ്ട് ഇഷ്ടംപോലെ. അവരുടെ ഗ്രൂപ്പിനകത്തെല്ലാം നമ്മൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സിനിമയുടെ വിളികൾ വരുമ്പോഴത്തേനും നമുക്ക് മെസ്സേജ് വരും. അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്ത് കയറി പോകും. ശരിക്കും തമിഴ് സിനിമയിൽ അഭിനയിക്കണം എന്നാണോ അല്ലെ മലയാളത്തിൽ നല്ലൊരു നടനാണ് ഒരു ആഗ്രഹം ഉണ്ടല്ലോ? നമുക്കൊക്കെ ആഗ്രഹിക്കാലോ. എന്താണ് ആഗ്രഹം? എല്ലാ ഫീൽഡിലും ഒന്ന് കയ്യേറണമെന്ന് ആഗ്രഹമുണ്ട്. ഏത് ലാംഗ്വേജ് കിട്ടിയാലും ഒന്ന് പോകണം, അത്രേ ഉള്ളു. അല്ലാതെ ഇന്നടുത്ത് വലുതാണ് അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. എല്ലാ ലാംഗ്വേജ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിനായകൻ ചേട്ടന്റെ കൂടെയൊക്കെ കോമ്പിനേഷൻ സീനൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. കിട്ടിയാലൊക്കെ ഉള്ളിയൊക്കെ ആയിട്ടേ, ഉള്ളിയൊക്കെ എന്നെ നടനാണ്.
ഇഷ്ടമാണോ വിനായകൻ ചേട്ടന്? ഓ ഭയങ്കര ഇഷ്ടമാണ്. ഏത് ക്യാരക്ടറാ മനസ്സിലേക്ക് ഓടി വരെ പെട്ടെന്ന് വിനായകൻ ചേട്ടന്? നമ്മുടെ കമ്മട്ടിപ്പാടം. അപ്പൊ ആ ഗംഗച്ചേട്ടനാണ് പെട്ടെന്ന് ഓടി വരുന്നത്. അപ്പൊ അതിലൊരു ഡയലോഗ് ഓർമ്മയുണ്ടോ? അതില് മറ്റേ പുള്ളിയെ വിളിച്ച് നമ്മുടെ ദുൽഖറിനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു സീൻ, എടാ ഞാനടാ ഗംഗയാടാ, ഇച്ചിരി പണി പാളിയ പോലെ തോന്നുന്നുണ്ടാ. ഓ അത് ഒക്കെ അല്ല, പുള്ളി ആ സമയത്ത് അത്ര പേടിയിലുമാണ്, വെപ്രാളത്തിലുമാണ്. എന്നാൽ ഇവനെ കുറെ നാൾ കൂടി സുഹൃത്തിനെ വിളിക്കുന്നതിന്റെ സന്തോഷം, ഇതെല്ലാം കൂടി സിംഗിൾ ഫേസിൽ വന്നു പോകുന്ന ടൈമാണ് അതൊക്കെ. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്യില്ല. മലയാള സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടോ? മലയാള സിനിമയിലില്ല, പോയിട്ടില്ല. തമിഴിലാണ് ജൂനിയർ ആർട്ടിസ്റ്റ്. തമിഴ് പോയാൽ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ കുറെ രസമാണ് അവിടെ. ഫുഡ് കാര്യങ്ങൾ എല്ലാം ടൈമിന് നമ്മൾ ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകൾ നിരന്നിരുന്നാലും ഒരു 10-20 മിനിറ്റ് ഗ്യാപ്പിട്ട് എല്ലാവർക്കും കുടിക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കുന്നു, ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ അവരുടെ ഒരു അവരുടെ ഒരു ലൊക്കേഷൻ ഒരു രസമാണ്. ലൊക്കേഷൻ പിന്നെ അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ട്. അത്യാവശ്യം നല്ല പേയ്മെന്റ്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും തമിഴ് നല്ല പേയ്മെന്റ് കിട്ടും. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോലും നമുക്ക് ഈ പറയുന്ന പോലെ ഫുഡ്, താമസം, ഈ സ്റ്റേ ഒക്കെ. ഈവൻ നിങ്ങൾ ഈ കങ്കുവയുടെ ഷൂട്ടിനൊക്കെ പോയ ടൈമിൽ AC റൂമിലായിരുന്നു താമസമൊക്കെ. 100 പേരാണ് ഇവിടുന്ന് പോയത് ഞങ്ങൾ. 100 പേർക്ക് AC റൂമിൽ താമസം എല്ലാം പോയിട്ട് അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പറയും മലയാള സിനിമയിൽ നിന്ന് എല്ലാവരും തമിഴിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരില്ല. അവിടുത്തെ സൗകര്യം, അവർക്ക് നൽകുന്ന ഒരു റെസ്പെക്ട്, പിന്നെ റെമ്യൂണറേഷൻ ആയാലും, അതുകൊണ്ട് പലരും പിന്നെ മലയാളത്തിലേക്ക് വരില്ല. അത് ശരിയാണോ? ശരിക്കും അവിടെ സത്യം പറഞ്ഞാൽ രണ്ടും കമ്പയർ ചെയ്ത് പറയാനും മാത്രം ആയിട്ടില്ല നമ്മളൊന്നാമത്. കാരണം മലയാള സിനിമയിലും അധികം ആയിട്ടില്ല, തമിഴിലും. മലയാളത്തിൽ ഒന്നാമത് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് ആ വക അനുഭവങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. നമ്മളറിയാതെ ഇവിടുത്തെ കാട്ടി ഭേദം അവിടെയാണ് എന്നൊന്നും പറയുന്നത് ശരിയല്ല. എന്നാലും തമിഴില് എല്ലാവർക്കും കിട്ടുന്ന റെസ്പെക്ട്, എല്ലാവർക്കും ഒരു വിവേചനം അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ വിഷയമൊന്നും അവിടെ ഇല്ല. തമിഴിൽ ആരെ ഏറ്റവും ഇഷ്ടം? ഏത് നടനെ ഇഷ്ടം? വിജയണ്ണൻ. ആ ഒരു ഇതിലായിരിക്കും വിജയണ്ണന്റെ ലാസ്റ്റ് മൂവി. അതെ അതെ, തലവതി. പിന്നെ ഒരു അല്ലാതെ പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ അജിത്ത്. പുള്ളി ഈ പറയുന്ന പോലെ ഒരുപാട് വിജയത്തില് സന്തോഷിക്കുന്നോ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു തകർച്ച വന്നാൽ അതിൽ വിഷമിച്ച് ഇരിക്കത്തില്ല. അങ്ങനെ ഒരു മനുഷ്യനെ പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ. ഒരു സിനിമയുടെ പ്രൊമോഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമ ജയിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ആഘോഷമായിട്ടോ ഒന്നും പുള്ളി നമ്മൾ കാണാറേ ഇല്ല. ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞു പിന്നെ പുള്ളി വല്ല റേസിങ്ങിലോ അങ്ങനെ ആട് ഇറങ്ങാൻ പോകുന്നു. പുള്ളി പിന്നെ പുള്ളിയുടേതായ പേഴ്സണൽ ലൈഫ് ആസ്വദിക്കാൻ പോവുക. പിന്നെ ഈ ആഘോഷത്തിന്റെ പുറകെ ഒന്നും പുള്ളി വരുന്നില്ല. അങ്ങനെയൊന്നും അങ്ങനെ കണ്ടാൽ പോലും പറയുന്നില്ല. പുള്ളി ഒക്കെ സിമ്പിൾ ആയിട്ട് വരുന്നു പോകുന്നു എവിടെയാണെങ്കിലും വെച്ച് നോക്കുമ്പോൾ. രണ്ടുപേരുടെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? വിജയണ്ണന്റെയും അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടമുള്ള ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് തുള്ളാതെ മനവും തുള്ളു. എപ്പോഴും അതിനൊന്നും കണക്കില്ല. ചുമ്മാ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. എന്നിട്ട് ഇരുന്ന് ഓരോ സീനും ഒക്കെ ഇങ്ങനെ ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു. ആ സിനിമ ഭയങ്കര അഡിക്ഷൻ. പാട്ടുകളും ഒക്കെ ആ സിനിമയില് അതുപോലെ തന്നെ പാട്ടുകളും എല്ലാം അടിപൊളി. തലയുടെ സിനിമ പുള്ളിയുടെ ഈ പറഞ്ഞ പോലെ കുറെ ഉണ്ട്. ദീന എന്ന് പറഞ്ഞ പഴയൊരു സിനിമയുണ്ട്, അതാണോ ഇഷ്ടം? തലയുടെ നമ്മുടെ സുരേഷ് ഗോപി പുള്ളി ചേട്ടനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ദീന. അത് അടിപൊളി സിനിമയാണ്. അതാണ് ഫേവറേറ്റ്. നമ്മൾ പെട്ടെന്ന് നമുക്ക് പറയുമ്പോൾ എന്നാലും ഒരെണ്ണം ഉണ്ടാവുമല്ലോ ഫേവറേറ്റ്. അതന്നെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സിനിമ അതാ ദീന. ഇഷ്ടമുള്ള കുറെ സിനിമയുണ്ട്, എന്നാലും പെട്ടെന്ന് പുള്ളിയുടെ ഒരു സിനിമ പേര് മനസ്സിലേക്ക് ഓടി വരുന്നത് ദീന. കാരണം കൂടുതൽ ടൈം കണ്ടിരിക്കുന്നത് ആ ഫിലിമാണ്. ആ സമയത്തെ പിള്ളേരുടെ ഭയങ്കര ക്രേസ് ആയിരുന്നു. കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിലെ ചില സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു സിനിമയിലെ. ഏത് സീനാ ഇഷ്ടം? അതിലൊരു കോഫി ഷോപ്പിൽ വെച്ചൊരു സീനുണ്ട്. ഈ അടിതടീന പൊമ്പളങ്ങൾക്ക് പിടിക്കാതില്ല, അതാന്ന് പുള്ളി പറയുമ്പോഴത്തേന് യാറ് സ്വർണ്ണ അടിതടീന പൊമ്പളങ്ങൾക്ക് പിടിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇവൻ വില്ലന്മാരിങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വരുന്ന ഒരു സീനില് ഇവനെ അടിക്കാൻ കൈ മാത്രം മതിയല്ലോ, എന്തിനാ കത്തി എന്നൊക്കെ പറഞ്ഞ് വില്ലന്മാരിത് ഇടുമ്പത്തേന് കൂളായിട്ട് ഇവൻ ഇരിക്കുന്ന കാണുന്നത്. ഇവനിങ്ങനെ ഒരു വലിയ വാള് ഉരിയെടുക്കുന്നു, അരയിന്ന് ചെയിൻ ഉരിയെടുക്കുന്നു, പോക്കറ്റിൽ നിന്ന് കത്തി മറ്റേ ഇടിക്കുന്ന സാധനം എല്ലായിടത്തും അവളുടെ മുമ്പിൽ ഇങ്ങനെ വെക്കുമ്പോൾ അടിതടി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോഴത്തേന് നായിക ഇങ്ങനെ കണ്ണു തള്ളിയിരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടാവും. അത് ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ആ സീൻ മാത്രം യൂട്യൂബിൽ അടിച്ചു കൊടുത്തിരുന്ന് കാണും. നല്ല രസമാണ്.
അപ്പൊ അന്നേരത്തെ ഒരു ക്രേസ് ആയിരുന്നു. ഇപ്പോഴും ആ ഒരു സീനൊക്കെ ഒരു പ്രത്യേക ക്രൈസ് തന്നെയാ. അപ്പൊ ഇതുപോലെ ഇഷ്ടമുള്ള ഒരുപാട് പേര് ഉണ്ടാവും ഇത് കാണുന്നവർ. ഇത് കാണുന്ന ഒരുപാട് പേരുണ്ട് പയ്യന്മാര്. കാരണം ആ സീൻ പറയുന്ന പോലെ അത് കണ്ടിരിക്കാൻ ഒരു രസം, ആ ഒരു പോർഷൻ അതൊക്കെ കണ്ടിട്ട് സിനിമ ചെയ്യണോ, എനിക്ക് ഇതുപോലെ ചെയ്യണം. അതന്നെ, ഇങ്ങനെ ഓരോ സീനൊക്കെ കാണുമ്പോഴാണ് നമുക്കും ഭയങ്കര, എനിക്ക് മോസ്റ്റ്ലി എനിക്ക് ഒരുതരം സൈക്കോ ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. സൈക്കോ ക്യാരക്ടർ. സൈക്കോ ക്യാരക്ടേഴ്സ്